രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അനിൽകുമാർ എനിക്ക് അയച്ചു തന്നത് SIT ഹോസ്പിറ്റലിലെ തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ബിന്ദു ആണ്. അപ്പൊ ബിന്ദു ഡോക്ടർ അയച്ചു തന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്നോട് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു നമ്മുടെ ടീമിനെ ഓർത്ത്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോവില്ല എന്ന് പറഞ്ഞു. അതായത് സർക്കാർ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്. അപ്പൊ ആ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതാണ്. ഒരു അച്ഛൻ എഴുതിയിരിക്കുകയാണ്. അച്ഛന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പേര് സഹിതമാണ് ഡോക്ടർ എനിക്ക് ഷെയർ ചെയ്ത്. ഞാൻ ആ പേജ് അതുപോലെ തന്നെ എന്റെ പേജിൽ ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൾ ഗർഭിണിയായി. അപ്പൊ മകൾ പറഞ്ഞു, തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോകണം. സ്വകാര്യ ആശുപത്രിയിൽ ശരി, മാതാപിതാക്കൾ അച്ഛനും അമ്മയെ പറഞ്ഞു ശരി അവിടെ പോകാം എന്ന് പറഞ്ഞു. അപ്പോ ഡേറ്റ് ആകുന്നതിന് അപ്പോ അവസാന ഒരു 2-3 ആഴ്ചകൾക്ക് മുൻപ്, അതോ അതിനു മുൻപാണോ എന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഡോക്ടറെ കാണാൻ ചെന്നപ്പോ പറഞ്ഞു ഇന്ന് അഡ്മിറ്റ് ആകണം, ഇന്ന് സിസേറിയൻ ചെയ്യാനായിട്ട് പോവുകയാണ്, അല്പം പ്രശ്നമുണ്ട്, ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ്, ഇപ്പൊ സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്കൊരു സംശയം തോന്നി, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഇവർ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി SIT ആശുപത്രിയിലേക്ക് പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള SIT ആശുപത്രിയിലേക്ക് പോയി. ആ SIT ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലല്ലോ, എല്ലാം വളരെ നോർമലാണ്, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഇനി ഇടയ്ക്ക് അവസാന ആഴ്ചകളാകുമ്പോൾ ആഴ്ചയിൽ തന്നെ ഡോക്ടറെ വന്ന് കാണണമല്ലോ, അപ്പൊ അടുത്ത പ്രാവശ്യം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി, വീട്ടിൽ പോയി, പിന്നെ വന്നു, ഡോക്ടറെ കണ്ടു, പിന്നെ വന്നു. ഡ്യൂ ഡേറ്റിന്റെ അടുത്ത് പ്രസവം നടന്നു. 2 കുട്ടികൾ, ഇരട്ട കുട്ടികളായിരുന്നു. ആ 2 കുട്ടികളും അമ്മയും സുഖമായിരിക്കുന്നു. എന്നിട്ട് അച്ഛൻ എഴുതിയിരിക്കുകയാണ്, എനിക്കിപ്പോൾ മനസ്സിലാകുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഒന്ന്, സിസേറിയന്റെ ലക്ഷക്കണക്കിന് ബില്ല്. 2, ഈ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാതെ ജനിക്കുമ്പോൾ, അല്ല മെച്ചുറാകാതെ പ്രിമച്ചുറായിട്ട് ജനിക്കുമ്പോൾ, മാസം തികയാതെ ജനിക്കുമ്പോൾ അവരെ ആ രീതിയിലുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടി വരുന്ന ചിലവ് എങ്ങനെ പോയാലും ലക്ഷക്കണക്കിന് രൂപ ആ സ്വകാര്യ ആശുപത്രിയിൽ അടയ്ക്കേണ്ടി വരുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു. ന്യൂ ഡേ സ്പൈസസ്